നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. പിളർന്നു തകരുന്ന NCP. മന്ത്രി കസേര വിടില്ലെന്ന ശശീന്ദ്രൻ. ചാക്കോ ശശീന്ദ്രനെ കൈയൊഴിഞ്ഞു. പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനിടയിലാണ് ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണിയിലെ ചെറുകക്ഷികളുടെ നേതാക്കളും മന്ത്രിയും ഉണ്ടാക്കുന്ന തലവേദനകൾ. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് നാഷണൽ ലെഫ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന NCP പാർട്ടിയുടെ മന്ത്രിയായി നിലവിലിരിക്കുന്ന AK ശശീന്ദ്രനെ മാറ്റി പാർട്ടിയുടെ മറ്റൊരു MLA ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന പേരിൽ ഉയർന്നിട്ടുള്ള ആവശ്യമാണ്. NCP എന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് വന്ന മുതിർന്ന നേതാവ് PC ചാക്കോ ആണ് ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നതിന് കർശനമായി വാശി കാണിച്ചിരിക്കുന്നത്. ചാക്കോ ഇപ്പോൾ കാലുമാറി തോമസ് കെ തോമസിനായി വാദിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം ചാക്കോ തന്നെ മുൻകൈയെടുത്ത് കൊച്ചിയിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചുവെന്നും ഈ യോഗത്തിൽ ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസിനെ മന്ത്രിയാക്കുന്നതിന് അനുകൂലിച്ചു എന്നുമാണ് ചാക്കോ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു ആലോചന പോലും ആ യോഗത്തിൽ ഉണ്ടായില്ല എന്നും താനും യോഗത്തിൽ പങ്കെടുത്തതാണ് എന്നുമാണ് മന്ത്രി ശശീന്ദ്രൻ പറയുന്നത്. 20 കൊല്ലം മുൻപ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ദേശീയ തലത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ച ശരത് പവാറാണ് ഈ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ശക്തമായ അടിത്തറയുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ 1-2 നിയമസഭാംഗങ്ങളുണ്ട് എന്നത് മാത്രമാണ് പാർട്ടിയുടെ പ്രാതിനിധ്യം. ശരത് പവാറിന്റെ ബന്ധു കൂടിയായ അജിത് പവാർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി വിട്ട് NCP പിളർത്തിയിരുന്നു. പാർട്ടി പിളർത്തിയ അജിത് പവാറിന്റെ ഗ്രൂപ്പിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി ചിഹ്നവും കൊടിയും എല്ലാം അനുവദിച്ചുകൊണ്ട് യഥാർത്ഥ NCP എന്ന അംഗീകാരം നൽകിയത്. ഇതിൽ കോടതി കേസുമായി നീങ്ങിയ പവാറിന് അദ്ദേഹം നിർദ്ദേശിച്ച പുതിയ പേര് പാർട്ടിക്ക് അനുവദിച്ച കോടതി ഉത്തരവും ഉണ്ടായിരുന്നു. ദേശീയ തലത്തിൽ പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പ് കേരളത്തിലും ബാധിച്ചു. ചാക്കോ ഗ്രൂപ്പുമായി ഭിന്നിച്ചുകൊണ്ട് അജിത് പവാർ വിഭാഗമായി കേരളത്തിലും പാർട്ടി ഘടകം പ്രവർത്തിച്ചു തുടങ്ങി. മുൻപ് NCPയുടെ ദേശീയ നേതാവായിരുന്ന NA മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് ആ പാർട്ടി നീങ്ങിയത്. ഇത് കൂടാതെ മറ്റൊരു സംസ്ഥാന നേതാവ് പാർട്ടി പിളർത്തി യഥാർത്ഥ NCP എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരും മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി NCPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ആലപ്പുഴ സ്വദേശി റജി ചെറിയാന്റെ നേതൃത്വത്തിൽ ചാക്കോ വിഭാഗത്തിൽ നിന്നും പിളർന്നുകൊണ്ട് നല്ലൊരു പങ്ക് നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ലയിച്ചു. ആലപ്പുഴയിൽ നടന്ന വലിയ ലയന സമ്മേളനത്തിൽ 1500ഓളം പ്രതിനിധികൾ പങ്കെടുത്തുവെന്നാണ് പറയപ്പെടുന്നത്. ചാക്കോ വിഭാഗത്തിന്റെ ജില്ലാ നേതാക്കളിൽ പലരും റജി ചെറിയാന്റെ കൂടെ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിലേക്ക് മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഈ വിധത്തിൽ 4 ഗ്രൂപ്പുകളായി പിളർന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ NCP പാർട്ടിക്ക് 2 MLA-മാരാണ് കേരള നിയമസഭയിലുള്ളത്. മന്ത്രി ശശീന്ദ്രനും കുട്ടനാട് നിന്ന് വിജയിച്ച തോമസുമാണ്. ഈ 2 നിയമസഭാ അംഗങ്ങൾ സർക്കാരിന്റെ 2.5 കൊല്ലം കാലാവധി കഴിഞ്ഞപ്പോൾ 2 മന്ത്രിമാരെ മാറ്റി അതേ പാർട്ടിയുടെ പുതിയ അംഗങ്ങൾക്ക് മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് മന്ത്രിപദം അവകാശപ്പെട്ടുകൊണ്ട് കുട്ടനാട് MLA തോമസ് രംഗത്തെത്തിയത്. സർക്കാർ അധികാരത്തിലേറിയ അവസരത്തിൽ പാർട്ടിയിലെ 2 അംഗങ്ങൾക്കും 2.5 കൊല്ലം വീതം മന്ത്രിപദം മാറി നൽകുക എന്ന ധാരണ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് തോമസ് വാദിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ തോമസിനെ ഈ വാദത്തെ PC ചാക്കോ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നും NCP മന്ത്രിയായ ശശീന്ദ്രൻ തന്നെ 5 കൊല്ലവും തുടരുമെന്നും ചാക്കോ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വരെ പറഞ്ഞിരുന്നു. പാർട്ടി യോഗങ്ങളിലും ചാക്കോ എടുത്ത നിലപാട് ഇത് തന്നെയായിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിൽ പുതിയതായി ഉയർന്നു വന്ന ചില സംഭവങ്ങളാണ് ശശീന്ദ്രനെതിരായി നിലപാടെടുക്കാൻ ചാക്കോയെ പ്രേരിപ്പിച്ചത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. PC ചാക്കോ NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം പാർട്ടിയിൽ പ്രവർത്തന ഫണ്ട് പിരിക്കുന്ന പരിപാടി നടത്തിയിരുന്നു. സംസ്ഥാനം മുഴുവനുമായി നടത്തിയ പിരിവിൽ താഴെ ഘടകങ്ങൾക്ക് വിഹിതം കൈമാറിയതിനു ശേഷം സംസ്ഥാന കമ്മിറ്റിക്ക് ഏതാണ്ട് 1.5 കോടിയോളം രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 50 ലക്ഷം രൂപ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എടുക്കുന്നതിന് വിനിയോഗിച്ചു. ബാക്കി വന്ന തുക ചിലവാക്കിയ പ്രശ്നത്തിലാണ് ചാക്കോയും ശശീന്ദ്രൻ വിഭാഗവും തമ്മിൽ ഇടയുന്നതിന് വഴിയൊരുക്കിയത്. മന്ത്രി ശശീന്ദ്രന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷററായ PJ കുഞ്ഞുമോൻ. വയനാട് പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാർട്ടി വകയായി 25 ലക്ഷം രൂപ കൊടുക്കുന്നതിന് PC ചാക്കോ നിർദ്ദേശം നൽകി. ഇത്രയും വലിയ തുക നൽകുന്നത് സംബന്ധിച്ച് നേതാക്കന്മാർ തമ്മിൽ തർക്കങ്ങളുണ്ടായി. എന്നാൽ
ചാക്കോ വാശി പിടിച്ചപ്പോൾ സംസ്ഥാന ട്രഷറർ 25 ലക്ഷം രൂപ സംഘടിപ്പിച്ച് നൽകുകയാണ് ചെയ്തത്. ഈ തുക ആവശ്യപ്പെട്ട അവസരത്തിലാണ് ചാക്കോ പണമിടപാടിലെ കണക്കുകൾ അന്വേഷിച്ചത്. പാർട്ടി പരിപാടികൾ പലതും നടത്തിയപ്പോൾ ഉണ്ടായ ചിലവുകൾ ട്രഷറർ പറഞ്ഞുവെങ്കിലും അതിൽ ചാക്കോ തൃപ്തനായില്ല എന്നും ട്രഷററുടെ സാമ്പത്തിക ഇടപാടുകളിൽ സംശയം ഉന്നയിച്ചു എന്നുമാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു സാമ്പത്തിക തർക്കങ്ങളാണ് പുതിയ പ്രതിസന്ധികൾ പാർട്ടിയിൽ ഉണ്ടാക്കിയത്. ശശീന്ദ്രൻ എന്ന മന്ത്രിക്കൊപ്പം ഒരുമിച്ച് നീങ്ങിയ ചാക്കോ നിമിഷം കൊണ്ട് മറുകണ്ഠം ചാടി എന്നാണ് ശശീന്ദ്രൻ വിഭാഗം ആരോപിക്കുന്നത്. കുട്ടനാട് നിയമസഭാംഗമായ തോമസിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചയാളായിരുന്നു ചാക്കോ. പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാതെ വിമത പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നുവരെ ചാക്കോ തോമസിനെതിരെ ആരോപണവുമായി പറഞ്ഞിരുന്നതാണ്. ആ തോമസിനെയാണ് ഇപ്പോൾ ചാക്കോ തോളിൽ കയറ്റി മന്ത്രിയാക്കാൻ നീക്കം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. തോമസിനെ മന്ത്രിയാക്കുന്നതിനുള്ള ചാക്കോയുടെ നീക്കങ്ങൾക്ക് വഴങ്ങാൻ ഏതായാലും മന്ത്രി ശശീന്ദ്രൻ തയ്യാറായിട്ടില്ല. ഇതാണ് മുഖ്യമന്ത്രിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. മാത്രവുമല്ല, മന്ത്രിപദം ഒഴിയേണ്ടി വന്നാൽ താൻ MLA പദവും രാജിവെക്കുമെന്ന ഭീഷണിയാണ് ശശീന്ദ്രൻ മുഴക്കിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ പാർട്ടിയുടെ നിയമസഭയിലെ അംഗബലം ഒരാളായി ചുരുങ്ങും. മാത്രവുമല്ല, ശശീന്ദ്രന്റെ മണ്ഡലമായ എലത്തൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യവും ഉണ്ടാകും. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കുമോ എന്ന കാര്യത്തിൽ ഇടതുമുന്നണിക്ക് ആശങ്കയുമുണ്ട്. PC ചാക്കോ അധ്യക്ഷനായി വന്നതിനു ശേഷം പലതരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങളാണ് നേതാക്കൾക്കിടയിൽ ഉണ്ടായത്. PSC മെമ്പറാകാൻ തിരുവനന്തപുരം സ്വദേശിയായ പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഒരാളിൽ നിന്നും ചാക്കോ 50 ലക്ഷം രൂപ വാങ്ങി എന്ന പരസ്യമായ തെളിവ് സഹിതം പറഞ്ഞത് ചാക്കോയുടെ മുൻ PA ആയിരുന്നു. ഇതിന്റെ പിറകെയാണ് മറ്റൊരു ഭാരവാഹി ഇതേ സ്ഥാനം വാഗ്ദാനം ചെയ്ത 25 ലക്ഷം അഡ്വാൻസായി കൈപ്പറ്റിയ വാർത്ത പുറത്തു വന്നത്. പാർട്ടിയുടെ മന്ത്രിയുടെ വകുപ്പായ വനം വകുപ്പിൽ നിയമങ്ങളും പ്രമോഷനുകളും ട്രാൻസ്ഫറുകളും ഒക്കെ നടത്തി ജില്ലാ നേതാക്കൾ വലിയ അഴിമതി നടത്തുന്നു എന്ന പരാതിയും പാർട്ടി യോഗങ്ങളിൽ തന്നെ ഉയർന്നു വന്നതാണ്. ഇത്തരത്തിൽ ഒരു ചെറിയ പാർട്ടിയുടെ മന്ത്രി പദവി സംബന്ധിച്ചുണ്ടായിട്ടുള്ള തർക്കങ്ങൾ ഇടതുമുന്നണിക്കകത്തും ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ പുറത്താക്കിയതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള തലവേദനകൾ CPM നേതാക്കൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായി നിൽക്കുമ്പോഴാണ് മുന്നണിയിലെ ഘടകകക്ഷി മന്ത്രിപദത്തിന് വേണ്ടി കടുപിടി കൂടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. NCPയുടെ മന്ത്രിമാറ്റ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. NCPയുടെ മന്ത്രിമാറ്റ കാര്യത്തിൽ കുട്ടനാട് അംഗം തോമസിന് അനുകൂലമായ നിലപാട് നേരത്തെ പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നതാണ്. എന്നാൽ അന്ന് കടുത്ത എതിർപ്പുമായി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ PC ചാക്കോ നിന്നതാണ് തോമസിന്റെ മന്ത്രിമോഹം നടക്കാതെ വന്നതിനുള്ള കാരണവും. നന്ദി, നമസ്കാരം.